Hello everyone, welcome to Sandy Learning YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് NMMS. ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ കുട്ടിയുടെ പാരൻറ്റോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കടക്കാം. എന്താണ് NMMS 2021-22 എക്സാമിന് വേണ്ടി ഇപ്പോൾ വളരെ അടുത്ത് നമ്മുടെ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ള ഒരു സർക്കുലർ ഉണ്ട്. ആ ഒരു PDF പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് വളരെ ചുരുക്കി നമ്മളിവിടെ പറയാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയും പേജുകളുള്ള PDF മുഴുവൻ വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്താണ് NMMS എക്സാം എന്ന് വളരെ ചുരുക്കത്തിൽ ചോദിച്ചാൽ, അതായത് ഈ ഒരു എക്സാമിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് 9, 10, 11, 12 ക്ലാസ്സുകളിൽ അവർക്ക് ഓരോ വർഷവും 12,000 രൂപ വെച്ചിട്ട് സ്കോളർഷിപ്പ് കിട്ടും. എന്ന് വെച്ചാൽ മാസം 1,000 രൂപയുടെ സ്കോളർഷിപ്പ്. അങ്ങനെ ടോട്ടൽ 48,000 രൂപയുടെ ഒരു സ്കോളർഷിപ്പ് എക്സാമാണ് NMMS. അപ്പോൾ ഇനി പറയാനുള്ളത് നമുക്ക് ആർക്കൊക്കെ ഇത് എഴുതാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് ജനുവരി 20-ാം തീയതി മുതൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഡേറ്റ് ഫെബ്രുവരി 4-ാം തീയതിയാണ്. ഓക്കെ, അതായത് നമ്മുടെ ഫെബ്രുവരി 4-ാം തീയതിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. അപ്പോൾ ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ കുറിച്ച് വെക്കണം. അതുപോലെ തന്നെ ആ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, അത് നമ്മുടെ HMന്, സ്കൂളിലെ HMന് സമർപ്പിക്കണം. സ്കൂളിൽ HM എന്ത് ചെയ്യണം, ഈ കിട്ടിയ അപേക്ഷകളൊക്കെ കൺഫേം ചെയ്യേണ്ട ആൾ HM ആണ്. HM കൺഫേം ചെയ്യേണ്ട അവസാന സമയം എന്ന് പറയുന്നത് എത്രയാണ്, ഫെബ്രുവരി 7-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ളിൽ തന്നെ HM ഇത് എന്ത് ചെയ്യണം, അപേക്ഷ കൺഫേം ചെയ്യണം. അതും കൂടെ കഴിഞ്ഞാലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ ഐഡിയ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ. ഓക്കെ, യെസ്. ഇനി യോഗ്യത, ആർക്കൊക്കെയാണ് ഈ എക്സാം എഴുതാനുള്ള യോഗ്യത എന്ന് ചോദിച്ചാൽ, സംസ്ഥാനത്തെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. അത് 2021-22 വർഷത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് NMMS എഴുതാൻ പറ്റുക. ഇതാണ് ഒന്നാമത്തെ യോഗ്യത. അപ്പോൾ പ്രൈവറ്റ് സ്കൂളിലെ കുട്ടികൾക്കൊന്നും എഴുതാൻ പറ്റില്ല. രണ്ടാമത്തത്, സംസ്ഥാന സർക്കാർ നടത്തുന്ന റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ജവഹർ നവോദയ, അതുപോലെ കേന്ദ്രീയ വിദ്യാലയ, ഇതുപോലത്തേതും ഗവൺമെൻറ് സ്കൂളാണ്. പക്ഷേ ഇതിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ് സ്കൂളുകളിലെ കുട്ടികൾക്ക് NMMS എഴുതാൻ കഴിയില്ല. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, രക്ഷകർത്താക്കളുടെ വാർഷിക വരുമാനം 1.5 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. അപ്പോൾ വാർഷിക വരുമാനം 1.5 ലക്ഷം, കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 1.5 ലക്ഷത്തിൽ താഴെ വേണം. ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലായിരിക്കണം പഠിക്കേണ്ടത്. ഈ 2 കണ്ടീഷൻസ് ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, NMMS എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റാണ് നമുക്ക് ആദ്യം വേണ്ടത്. 1.5 ലക്ഷം രൂപയിൽ കുറവാണ് വരുമാനം എന്ന് പറയുന്ന ആ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അത് PDF ഫോർമാറ്റിൽ 100 KB ഫയൽ സൈസിൽ താഴെ ആയിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഉദാഹരണത്തിന് SC ST വിഭാഗത്തിലുള്ള കുട്ടികൾ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതും PDF ഫോർമാറ്റിൽ തന്നെ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കണം. ഓക്കെ, പിന്നെ വരുന്നത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആണ്. ഓക്കെ, അതായത് ഭിന്നശേഷിയിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ ബോർഡിൻ്റെ അംഗീകൃത സർട്ടിഫിക്കറ്റ്, അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുമല്ലോ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, അത് നമ്മൾ കയ്യിൽ കരുതി വെക്കണം. അതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ 6 മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധമാണ്. എല്ലാ പരീക്ഷകളും പോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതിൻ്റെ പ്രത്യേക സൈസൊക്കെ പറഞ്ഞിട്ടുണ്ട്. 150x200 പിക്സൽ സൈസിലായിരിക്കണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കേണ്ടത്. ആ ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20 KB-ക്കും 30 KB-ക്കും ഇടയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവില്ല ഇതെങ്ങനെയാണ് ഫോട്ടോയുടെ സൈസ് മാറ്റുന്നത്, ഫോട്ടോയുടെ ലെങ്ത് ബ്രെഡ്ത്ത് മാറ്റുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഏറ്റവും എളുപ്പം നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയി അപേക്ഷിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തോളും, അപേക്ഷ കംപ്ലീറ്റ് ചെയ്ത് തന്നോളും. ഇതറിയാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കമ്പ്യൂട്ടർ ഉള്ളവർക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പരീക്ഷയുടെ സിലബസും ഘടനയും വളരെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് 90 മിനിറ്റ് വീതമുള്ള 2 പാർട്ടുകളായിട്ടാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുക. 1.5 മണിക്കൂറിൻ്റെ 2 പരീക്ഷ രാവിലെയും ഉച്ചക്കുമായിട്ടാണ് നടക്കുക. രാവിലെ നടക്കുന്ന പരീക്ഷയുടെ പേരാണ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന എക്സാമിൻ്റെ പേരാണ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ രണ്ടിലും 90 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 90 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇത് എഴുതാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ അഥവാ 90 മിനിറ്റാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. ഓക്കെ, യെസ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്കോളർഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ, ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം, പാരൻസും സ്റ്റുഡൻസും, വിദ്യാർത്ഥികളുടെ പേരിൻ്റെ സ്പെല്ലിങ്
പേരിൻ്റെ സ്പെല്ലിങ്, ജനനത്തീയതി, ആധാർ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു തെറ്റും വരുത്താൻ പാടില്ല. എല്ലാ വർഷവും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് കുട്ടികൾ വന്നിട്ട് പറയും സ്പെല്ലിങ് തെറ്റി, അച്ഛൻ്റെ പേരിൽ സ്പെല്ലിങ് തെറ്റി, അമ്മയുടെ പേര് തെറ്റിപ്പോയി. അപ്പോൾ ഇതൊന്നും ആദ്യമേ ഉറപ്പ് വരുത്തുക. സ്പെല്ലിങ്ങുകളൊന്നും തെറ്റില്ല, ഡേറ്റിൽ തെറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. ഓക്കെ, മാത്രമല്ല നമ്മൾ ഫൈനലി സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതും കൂടെ എല്ലാവരും ഉപയോഗിക്കണം. യെസ്, ഇനി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ആ സർക്കുലറിൽ പറഞ്ഞ ആദ്യ ഭാഗമാണ്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഓൺലൈനിൽ എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ഓൺലൈനിൽ അപേക്ഷ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ട മെത്തേഡാണ് ഈ പറയുന്നത്. അതിനെന്തൊക്കെ നമുക്ക് വേണം? ഒന്ന്, ഒരു ഇമെയിൽ ID വേണം, പ്രവർത്തിക്കുന്ന ഇമെയിൽ ID വേണം, വർക്ക് ചെയ്യുന്നത് തന്നെ വേണം കേട്ടോ. മൊബൈൽ നമ്പർ വേണം. മൊബൈൽ നമ്പർ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും, വർക്ക് ചെയ്യുന്നൊരു മൊബൈൽ നമ്പർ. പിന്നെ നേരത്തെ പറഞ്ഞ വരുമാന സർട്ടിഫിക്കറ്റ് വേണം. അത് 100 KB ഫയൽ സൈസിൽ താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ PDF ഫോർമാറ്റിലായിരിക്കണം. പിന്നെന്ത് വേണം? SC ST വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് വേണം. അതും 100 KB ഫയൽ സൈസിൽ താഴെ PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? പിന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അത് കരുതി വെക്കണം, അല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല. സമീപകാലത്ത് എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് നേരത്തെ പറഞ്ഞ ഫോർമാറ്റിൽ 20-നും 30-നും ഇടയ്ക്കുള്ള ഫയൽ സൈസിൽ റെഡിയാക്കി വെക്കണം. ഇത്രയും കാര്യങ്ങൾ വേണം അപ്ലിക്കേഷൻ ചെയ്യാൻ. റെഡിയാണല്ലോ? യെസ്. ഇനി എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? NMMSൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. NMMSൻ്റെ വെബ്സൈറ്റ് ഇതാണ് നമ്മുടെ NMMSൻ്റെ വെബ്സൈറ്റ്. http://nmms.e.kerala.gov.in. പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് അതിലേക്ക് എത്താൻ പറ്റും. റെഡിയല്ലേ? അപ്പോൾ ഇനി നമുക്ക് ആ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് കാണാൻ പോകുന്നത്? ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ആദ്യം എത്താൻ പോകുന്ന പേജ് ഇതാണ്. അപ്പോൾ നിങ്ങൾ പുതിയ കുട്ടികളാണ്, പുതിയതായിട്ട് അപ്ലൈ ചെയ്യാൻ വന്ന കുട്ടികളാണെങ്കിൽ ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാം യൂസർ നെയിം, പാസ്വേഡ് എന്നൊക്കെ. പക്ഷേ പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്നവർ എന്ത് ചെയ്യണം? ഇവിടെ കാണാം നിങ്ങൾക്ക് ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ നൗ എന്നുള്ള ഓപ്ഷൻ. ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. പുതിയ കുട്ടികൾ സെലക്ട് ചെയ്യേണ്ടത് രജിസ്റ്റർ നൗ. അങ്ങനെ രജിസ്റ്റർ നൗ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇതാണ് ന്യൂ രജിസ്ട്രേഷൻ്റെ ഫോം. അവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? നിങ്ങളുടെ പേര് ഫില്ല് ചെയ്യണം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അതുപോലെ മൊബൈൽ നമ്പർ ഒരു തവണ കൂടെ. ഈ 5 കാര്യങ്ങളും ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രജിസ്റ്റർ ബട്ടൺ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതോടുകൂടി നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു SMS വരും, നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ഒരു മെയിൽ വരും. ആ മെയിലിലും SMS-ലും എന്തുണ്ടാവും? നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട യൂസർ IDയും പാസ്വേഡും. എന്നിട്ട് നിങ്ങൾ ആ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മുടെ ഹോം പേജിൽ വരിക. ഓക്കെ, ഇത് ക്ലോസ് ചെയ്താൽ മതി. ഹോം പേജിൽ വന്നിട്ട് ആ യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഇവിടെ ക്യാപ്ച എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടെ അടിക്കാനുണ്ടാവും. അതും കൂടെ ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന ആദ്യത്തെ തവണ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് മാറ്റാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു പാസ്വേഡ് ആയിരിക്കും നിങ്ങൾക്ക് SMS ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അത് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് അത് ഓർത്ത് വെക്കണം. ആ പാസ്വേഡ് ഭദ്രമായിട്ട് ഒരു സ്ഥലത്ത് എഴുതി ഓർത്ത് വെക്കുന്ന രീതിയിൽ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ അകത്ത് കയറി, നമ്മുടെ ആപ്ലിക്കേഷൻ വെബ്സൈറ്റിൻ്റെ അകത്ത് കയറി അതിലെന്തൊക്കെയുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടിയുടെ പേര്, നമ്പർ, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ എന്ന് കാണാൻ പറ്റും. ഈ കാണുന്ന ആപ്ലിക്കേഷൻ കണ്ടോ? അതിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ ഒരു പേജിനകത്ത് കയറിയിട്ട് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് 5 സ്റ്റെപ്പായിട്ടാണ് നടക്കുക. ആപ്ലിക്കേഷൻ നടക്കുന്നത് 5 സ്റ്റെപ്പുകളായിട്ടാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെയുള്ളതെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഓടിച്ചു പോകാം. ആദ്യത്തെ സ്റ്റെപ്പിലുള്ള കാര്യം ആപ്ലിക്കേഷൻ നമ്പർ അത് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും. പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ പോലുള്ള എല്ലാ കാര്യങ്ങളും, അഡ്രസ്സ്, ജില്ല, നിങ്ങളുടെ ജാതി ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്താൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുണ്ടാകും. കാറ്റഗറി, റിലീജിയൻ എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, അങ്ങനെ അടുത്ത സ്റ്റെപ്പിലെത്തി. അടുത്ത സ്റ്റെപ്പിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസിലുള്ള ഫോട്ടോ റെഡിയാക്കി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ഫയൽ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നു. സ്റ്റെപ്പ് നമ്പർ 2 കഴിഞ്ഞു. വീണ്ടും എന്ത് ചെയ്യുന്നു? സേവ് ആൻഡ് പ്രൊസീഡ്. സ്റ്റെപ്പ് നമ്പർ 3 അവിടെ ഫാദർ നെയിം, ഫാദേഴ്സ് ഓക്യുപ്പേഷൻ, മദേഴ്സ് നെയിം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആനുവൽ ഇൻകം എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക. അതിൻ്റെ ഞാൻ പറഞ്ഞ പോലത്തെ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ PDF-ഉം അപ്ലോഡ് ചെയ്യുക. സേവ് ആൻഡ് പ്രൊസീഡ്. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 4 ഇവിടെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 7ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. ജില്ല, വിദ്യാഭ്യാസ ജില്ല, അതുപോലെ 7ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തത് ഏത് സ്കൂളിലാണെന്നുള്ളത്, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് 7ലെ ലാസ്റ്റ് ടേമിൽ കിട്ടിയ പെർസെൻറ്റേജ് ശതമാനം ഇവിടെ പൂരിപ്പിക്കണം. പിന്നെ
പ്രസൻറ്റ് സ്കൂൾ, ഇപ്പോഴത്തെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ നിങ്ങൾ 8ൽ ഏത് സ്കൂളാണ് പഠിക്കുന്നത് അതും ഒന്നും കൂടെ ഫില്ല് ചെയ്യുക. അപ്പോൾ രണ്ടും ഒരേ ഡീറ്റെയിൽസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അത് തന്നെ വീണ്ടും ഫില്ല് ചെയ്യുക. അഡ്മിഷൻ നമ്പർ അടക്കം കൊടുക്കാനുണ്ട്. അതുപോലെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എഴുതാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ ഫില്ല് ചെയ്യാം. അതുകൂടെ കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആവുകയാണ്. എന്നിട്ട് വീണ്ടും സേവ് ആൻഡ് പ്രൊസീഡ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ച് വെച്ചതെല്ലാം അപ്ലോഡ് ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി എന്താണ് പ്രിവ്യൂ ആൻഡ് കൺഫർമേഷൻ. അപ്പോൾ ഇവിടെ പ്രിവ്യൂ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. ഇത് എന്തിനാണെന്നറിയോ, നമ്മൾ ഇത്രയും നേരം ഫില്ല് ചെയ്തതൊക്കെ ഒറ്റ നോട്ടത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ മുഴുവനായിട്ട് വായിച്ച് നോക്കുക. ഒരു സ്പെല്ലിങ്ങോ ഒരു നമ്പറോ തെറ്റില്ല എന്ന് ഉറപ്പ് വരുത്തുക. തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്യുന്നു, സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മൾ കൺഫർമേഷൻ ചോദിക്കും അവർ. ആ കൺഫർമേഷൻ നമ്മൾ കൊടുക്കുക. ആ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ നോക്കുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. അന്തിമ കൺഫർമേഷന് ശേഷം അപേക്ഷയിൽ തിരുത്തലുകൾ ഒന്നും തന്നെ വരുത്തുവാൻ സാധിക്കുന്നതല്ല. ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സർക്കുലറിലുള്ളതാണ്. എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് എൻ്റെ പേരിൽ തെറ്റുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. എന്നിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഈ ഫില്ല് ചെയ്ത് മൊത്തം പ്രിൻ്റ് എടുക്കാൻ പറ്റും. പ്രിൻ്റ് എടുത്തതിന് ശേഷം അത് നമ്മുടെ HMന് കൊണ്ടുപോയി കൊടുക്കുക. പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളൊക്കെ 8ാം തരം പഠിക്കുന്ന സ്കൂളിൻ്റെ മേധാവിക്ക് HMന് കൊണ്ടുപോയി കൊടുക്കുക. ബാക്കി ഹെഡ് മാസ്റ്ററാണ് അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് ആണ് എന്ത് ചെയ്യേണ്ടത്, അത് വെരിഫൈ ചെയ്യേണ്ടത്. അത് അവരുടെ തന്നെ ലോഗിനിൽ അവർ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു NMMS പരീക്ഷയുടെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ആരെങ്കിലും പാസ്വേഡ് മറന്നു പോയാൽ, പാസ്വേഡൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ അപ്ലൈ ചെയ്യാൻ വന്ന് പാസ്വേഡ് മറന്നു പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹോം പേജിൽ ഏറ്റവും ആദ്യം കണ്ട പേജിൽ ഫൊർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലിങ്കിലൂടെ പോയിട്ട് മൊബൈലിൽ ലഭിക്കുന്ന OTPയുടെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്വേഡ് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. തുടക്കത്തിൽ തന്നെ പാസ്വേഡ് ഭദ്രമായിട്ട് എവിടെയെങ്കിലും എഴുതി സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, NMMSൻ്റെ തന്നെ ഒരു ഔദ്യോഗിക ഇമെയിൽ ഐഡിയും അതേപോലെ തന്നെ അവരെ കോൺടാക്ട് ചെയ്യേണ്ട മൊബൈൽ നമ്പറും ഉണ്ട്. ഇതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായമൊക്കെ കിട്ടും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. NMMSന് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക്, ഈ പറയുന്ന ഇമെയിൽ ID, ഈ താഴെ കാണുന്ന അവരുടെ ഫോൺ നമ്പർ, ഇതെല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന NMMS എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻ്റ് ആയിട്ട് തീർച്ചയായിട്ടും ഇടണം, നമ്മൾ റിപ്ലൈ ചെയ്യും. ഇനി നമ്മുടെ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്. ഡൗട്ടുകൾ ഉള്ളവർക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ.